അന്താരാഷ്ട്ര ഊർജ ഏജൻസി ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്തംഭനം. ഹോർമുസ് കടലിടുക്ക് നിശ്ചലം. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള എണ്ണ വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിതരണ തടസ്സത്തിന് കാരണമായതായി അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ മുന്നറിയിപ്പ്. പേർഷ്യൻ ഗൾഫിലെ കപ്പലുകൾക്കും ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ലോകത്തിലെ പ്രതിദിന എണ്ണ ഉൽപാദനത്തിന്റെ 1/5 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഏതാണ്ട് പൂർണ്ണമായി നിലച്ച മട്ടാണെന്നും IEA തങ്ങളുടെ പ്രതിമാസ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഇന്ധനപാതയായ ഹോർമുസ് സ്തംഭിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ സംഭരണികൾ നിറയുകയും കയറ്റുമതി തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് ഉൾപ്പെടെയുള്ള 7 ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിദിന ഉൽപാദനത്തിൽ കുറഞ്ഞത് 1 കോടി ബാരലിന്റെയെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്. കപ്പൽ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിച്ചില്ലെങ്കിൽ വിതരണ രംഗത്തെ പ്രതിസന്ധി ഇനിയും രൂക്ഷമാകുമെന്നും ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം മാത്രം ആഗോള എണ്ണ വിതരണത്തിൽ പ്രതിദിനം 80 ലക്ഷം ബാരലിന്റെ ഇടിവുണ്ടാകുമെന്നാണ് പ്രവചനം. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചത് മുതൽ ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെല്ലാം വലിയ തോതിൽ ഉൽപാദനം കുറച്ചിരിക്കുകയാണ്. ലോകത്തെ ഇതര എണ്ണ ഉൽപാദകർ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ ഈ വിടവ് നികത്താൻ അത് പര്യാപ്തമല്ല. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില ഇനിയും കുതിച്ചുവരാൻ ഇത് കാരണമാകും. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യോമാക്രമണം ആരംഭിച്ചതിനു ശേഷം ഇറാനിയൻ തീരത്തെ ഇടുങ്ങിയ ചാനലായ ഹോർമുസ് കടലിടുക്ക് തടഞ്ഞതിനാൽ മാർച്ചിൽ ആഗോള എണ്ണ വിതരണം പ്രതിദിനം 8 ദശലക്ഷം ബാരൽ കുറയുമെന്നായിരുന്നു അതിന്റെ ഏറ്റവും പുതിയ പ്രതിമാസ എണ്ണ വിപണി റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാഖ്, ഖത്തർ, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ എന്നിവ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങൾ മൊത്തം എണ്ണ ഉൽപാദനം പ്രതിദിനം കുറഞ്ഞത് 10 ദശലക്ഷം ബാരൽ കുറച്ചിട്ടുണ്ട്. ഇത് ലോക ആവശ്യകതയുടെ ഏകദേശം 10% തുല്യമാണ്. ഷിപ്പിംഗ് പ്രവാഹങ്ങൾ വേഗത്തിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ ഈ നഷ്ടങ്ങൾ വർദ്ധിക്കുമെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. ഫീൽഡ് സങ്കീർണതയുടെ അളവും തൊഴിലാളികൾ, ഉപകരണങ്ങൾ, വിഭവങ്ങൾ എന്നിവ മേഖലയിലേക്ക് മടങ്ങാനുള്ള സമയവും അനുസരിച്ച് അപ്സ്ട്രീം ഉൽപാദനം ഷട്ട് ഇൻ ചെയ്യുന്നത് പ്രതിസന്ധിക്ക് മുമ്പുള്ള നിലയിലേക്ക് മടങ്ങാൻ ആഴ്ചകളും ചില സന്ദർഭങ്ങളിൽ മാസങ്ങളും എടുക്കുമെന്നും ഏജൻസി പറഞ്ഞു. ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആഗോള ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തെ ചെറുക്കുന്നതിനായി അംഗരാജ്യങ്ങളുടെ കൈവശമുള്ള തന്ത്രപ്രധാനമായ ശേഖരത്തിൽ നിന്നും റെക്കോർഡ് 400 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തുവിടാൻ വ്യാവസായിക രാജ്യങ്ങളെ ഉപദേശിക്കുന്ന IEA ബുധനാഴ്ച സമ്മതിച്ചു. വിതരണത്തിന്റെ ഭൂരിഭാഗവും US ആണ്. പശ്ചിമേഷ്യയിലുടനീളമുള്ള എണ്ണ ഗതാഗത സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയതോടെ വ്യാഴാഴ്ച എണ്ണവില ഉയർന്നു. ഇത് നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിനും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ പ്രവാഹ തടസ്സങ്ങൾക്കും കാരണമായി. 2022 മധ്യത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ തിങ്കളാഴ്ച ബാരലിന് $119.50 ബ്രെന്റ് ക്രൂഡ് ഓയിൽ വ്യാഴാഴ്ച 6% ഉയർന്ന് ബാരലിന് $98 താഴെയായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.